നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നടപടികൾ ഇപ്പോൾ CBI തുടർച്ചയായി അറസ്റ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഗുജറാത്തിൽ നിന്നൊരു സ്വകാര്യ സ്കൂളിന്റെ ഉടമയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. മറ്റൊന്ന്, പാർലമെന്റ് ഇന്നും വീണ്ടും ചേരുന്ന സാഹചര്യമുണ്ട്. പാർലമെന്റിൽ ഈ വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കപ്പെടും. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ശക്തമായി നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. സ്വാതി തന്നെ നമ്മളോട് പറയും ഇന്ന് പാർലമെന്റിൽ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടാൻ പോകുന്നതെന്ന്. സ്വാതി, ഇന്നിപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശീയ തലത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. പാർലമെന്റിൽ അടക്കം ഉന്നയിക്കും. മറ്റൊന്ന്, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ വരുന്നു. ഗുജറാത്തിൽ ഒരു സ്വകാര്യ സ്കൂളിന്റെ ഉടമയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രക്ഷോഭങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഒരു സമയത്ത് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് ചേരുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ ചൂടേറും. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ നീറ്റ് സംബന്ധിച്ച വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമെന്നും ഇത് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും അടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അതിനെ അവഗണിക്കുകയും ചെയ്തു. എന്നാലും നീറ്റ് വിഷയത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനും നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദി പ്രമേയ ചർച്ചകളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ നീറ്റിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ നിന്നും പുതിയ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അധ്യാപകരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വലിയ അഴിമതിയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളോടൊപ്പം നിലയുറപ്പിക്കുക എന്ന ജനാധിപത്യപരമായ മര്യാദ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. പ്രതിപക്ഷം എന്തായാലും ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തി കാണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഇത് സംബന്ധിച്ച ചർച്ചയും ഒക്കെ ഉയർത്തി കാണിച്ചിരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടും അത് പരിഗണിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളൊക്കെ തന്നെയും പുരോഗമിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും ഈ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരുമ്പോൾ എൻ ടി എക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു, കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പോലും വലിയ ചർച്ചയായ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരുപാട് വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയം, കേന്ദ്ര സർക്കാർ വലിയ തരത്തിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം, വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നം, നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം, വിമാനത്താവളങ്ങളിലെ ചോർച്ച അടക്കമുള്ള വിവിധ ക്രമക്കേടുകൾ രാജ്യത്ത് വലിയ തരത്തിൽ ആഞ്ഞടിക്കുന്ന സമയത്താണ് ഈ വിഷയങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിൽ, ഈ വിഷയങ്ങളൊന്നും തന്നെ സൂചിപ്പിച്ചു പോകാത്ത തരത്തിൽ ഒരു വരി പോലും അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ കണ്ടില്ല എന്നുള്ള വലിയ വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പ്രതിപക്ഷം ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. മനു. ഓക്കെ, താങ്ക് യു സ്വാതി. സ്വാതിയാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നമുക്ക് നൽകിയത്. ഏതായാലും പാർലമെന്റ് ഇന്ന് ചേരാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ ഈ നീറ്റ് വിഷയം വളരെ ശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നിരുന്നു, പക്ഷേ അനുമതി നൽകാത്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വിവിധ ഘട്ടങ്ങളിൽ നീറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ സഭയിൽ ഉയർന്നു വരുന്നത് കണ്ടതാണ്. ഇന്നും അതേ സാഹചര്യത്തിലേക്ക് തന്നെ പാർലമെന്റ് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് സ്വാതി നമ്മളോട് പറയുന്നത്.